പ്രഹേളിക പ്ലസിലേക്ക് സ്വാഗതം. ഗ്രീൻഫീൽഡ് ഹൈവേ 744 നിർമ്മാണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമ സുഹൃത്തുക്കളെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത്തരത്തിലൊരു പത്രസമ്മേളനം ചടയമംഗലം കേന്ദ്രീകരിച്ച് വിളിക്കാൻ തീരുമാനിച്ചത്. അതിലൊന്ന്, ഈ സമീപ ദിവസങ്ങളിൽ ആസന്നമായിരിക്കുന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നടത്തിയ ഒരു പത്രസമ്മേളനമാണോ ഓൺലൈൻ അഭിമുഖമായാലും ഒന്ന് നിർത്തുന്നത്, പാർലമെന്റ് അംഗമെന്ന നിലയിൽ 10 വർഷക്കാലം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രാദേശിക വികസന ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്തു എന്നൊരു പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചു. സ്വാഭാവികമായും ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പഞ്ചായത്ത് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്ഥലം സന്ദർശിച്ചു. അന്നവിടെ വന്ന മാധ്യമ സുഹൃത്തുക്കളുമായി അഭിമുഖം നടത്തി. അന്ന് ഞാൻ പറഞ്ഞതിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നു. അന്ന് ഞാൻ സൂചിപ്പിച്ചത് ആ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്തോ സംസ്ഥാന ഗവൺമെന്റോ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്താൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ സഹായം ലഭ്യമാക്കി സ്റ്റേഡിയം പുനരുദ്ധരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും സഹകരണവും പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് അന്ന് ഞാൻ ആ സ്ഥലത്ത് വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ എല്ലാവരോടുമായി പറഞ്ഞു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുമതലയേറ്റിട്ട് അല്ലെങ്കിൽ MP ആയിട്ട് ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയായിട്ട് 10 വർഷം കഴിഞ്ഞു. ഇന്നേ വരെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസനോന്മുഖ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു നിർദ്ദേശമോ ഒരു ശുപാർശയോ ആവശ്യമോ MP എന്ന നിലയിൽ എന്റെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യുകയോ എന്നെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. DPR ഇതുമായി ബന്ധപ്പെട്ട് എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഒരു നിവേദനം, ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും എല്ലാ പഞ്ചായത്തിലും നിലനിൽക്കുന്ന ഒരു സ്ഥിതി. അതുകൊണ്ട് പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്റെ പരിധിയിൽ വരുന്ന കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊരു പ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം മറുപടി പറയേണ്ടത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യം സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമാന സ്വഭാവത്തിലുള്ള പൊതുവിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ആവശ്യം അത്തരത്തിൽ ജനപ്രതിനിധിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, ആ കാര്യത്തിൽ ഇടപെട്ടില്ല, സഹകരിച്ചില്ല, സഹായിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ വിമർശനത്തിന് കഴമ്പുണ്ട്. രണ്ടാമത് ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ചടയമംഗലം പഞ്ചായത്തിൽ പ്രാദേശിക വികസന ഫണ്ട് എത്ര ചെലവാക്കി എന്നതിനെ സംബന്ധിച്ചാണ്. ഒരു കാര്യം എനിക്ക് ഈ അവസരത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ അടക്കമുള്ളവരോട്, ഒരിക്കലും MP-യുടെ പ്രാദേശിക വികസന ഫണ്ടും MLA-യുടെ പ്രാദേശിക പ്രത്യേക വികസന ഫണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാനേ പാടില്ല. കാരണം ഒരു പാർലമെന്റ് അംഗത്തിന് ഒരു വർഷം ലഭിക്കുന്നത് 5 കോടി രൂപയാണ്. അതിൽ 10 ലക്ഷം രൂപ സൂപ്പർവൈസറി ചാർജസ് ആയി കളക്ടറേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നത് 4,90,00,000 രൂപയാണ്. അതിൽ 22.5% പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായി മാറ്റിവെക്കണം. അത് കഴിഞ്ഞാൽ പൊതുഫണ്ട് ഇനത്തിൽ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കാൻ ഒരു വർഷം കിട്ടുന്നത് കഷ്ടിച്ച് 52 ലക്ഷം രൂപയാണ് ജനറൽ ഫണ്ട്, പൊതുഫണ്ട് ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ 8 പഞ്ചായത്തുകളുള്ള നിയോജക മണ്ഡലമാണ് ചടയമംഗലം നിയോജക മണ്ഡലം. ഞാൻ മുഴുവൻ കണക്കുകളും വെച്ച്
സംവദിക്കാൻ തയ്യാറാണ്. ഏറ്റവും കൂടുതൽ പണം ലോക്സഭാ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുള്ളത് ചടയമംഗലം നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ്. കടക്കൽ ആശുപത്രിയിൽ ആദ്യം ഡയാലിസിസ് യൂണിറ്റ് MP ഫണ്ടിൽ നിന്ന് കൊടുത്തത് ഞാനാണ്. എത്ര യൂണിറ്റ് ആണെന്ന് എനിക്ക് എത്രയായിരുന്നു എത്ര അതിന് 3 or 2 ആദ്യം കൊടുത്തത്. ആദ്യം MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അന്ന് അവിടുത്തെ ഈ സാജൻ ഉൾപ്പെടെ അവിടുത്തെ HDC അംഗങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അന്ന് നമ്മൾ 2 or 3 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കടക്കൽ ആശുപത്രി ആദ്യത്തെ ഡയാലിസിസ് യൂണിറ്റിന്റെ പൈസ കൊടുത്തു. ഞാൻ തന്നെയാണ് പോയി ആ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് ഇപ്പൊ നടപ്പാക്കിയ ഈ പദ്ധതി എന്ന് പറയുന്നത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ പൈസയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള പദ്ധതി അവിടെ നടപ്പാക്കിയത് NHM സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ ദിശ മീറ്റിംഗിലൊക്കെ വിലയിരുത്തി നിർണ്ണയിക്കുക. MP ഫണ്ട് അവിടെ വിനിയോഗിച്ചിട്ടുണ്ട്, കേന്ദ്രാവിഷ്കൃത പദ്ധതി അവിടെ വിനിയോഗിച്ചിട്ടുണ്ട് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ. അതിനൊന്നും ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായിട്ടില്ല. അതുപോലെ താലൂക്ക് ആശുപത്രി മിക്കവാറും ആശുപത്രികളിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MP ഫണ്ടും MLA ഫണ്ടും കൂടി ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. MLAക്ക് 6 കോടി രൂപ ഒരു വർഷം കിട്ടും. 5 കോടി രൂപ ആസ്തി വികസന ഫണ്ടും 1 കോടി രൂപ പ്രത്യേക വികസന ഫണ്ടും ഉൾപ്പെടെ 6 കോടി രൂപ നിയമസഭാംഗത്തിന് ലഭിക്കുമ്പോൾ ഒരു MPക്ക് നിയോജക മണ്ഡലത്തിൽ, ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കിട്ടുന്നത് പൊതുഫണ്ട് 52 ലക്ഷം രൂപയും SC/ST ഫണ്ട് ഏതാണ്ട് 18 ലക്ഷം രൂപയോളമാണ് കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്. അപ്പോൾ ചെറിയ ചെറിയ ഹൈമാസ് ലൈറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ് റൂം, സ്കൂൾ ബസ്, റോഡ് കോൺക്രീറ്റിംഗ്, ഇങ്ങനെയുള്ള ചെറുകിട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനല്ലാതെ വൻകിട പദ്ധതികൾ, ഇപ്പൊ 3 ക്ലാസ് റൂമുള്ള ഒരു കെട്ടിടം സ്കൂളിൽ നിർമ്മിക്കണമെങ്കിൽ 30-35 ലക്ഷം രൂപ വേണം. അപ്പൊ ഒരു പ്രദേശത്ത് മാത്രമായി നിൽക്കും. അതുകൊണ്ട് വികേന്ദ്രീകൃത സ്വഭാവത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് നടപ്പാക്കുന്നത്.